ഹായ് ഗായ്സ്. അപ്പോൾ ഇന്ന് എൻ്റെ കോളേജിൽ ഡയമണ്ട് ജൂബിലി ആണ്. 60 വർഷം തികഞ്ഞതിൻ്റെ ഒരു സെലിബ്രേഷനാണ്. അപ്പോൾ അതിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട്. 10:30 ടു പരിപാടിയുണ്ട്. സോ നമുക്ക് അതിന് പോകാം. ഇനി ബസ്സൊക്കെ കയറി അവിടെ പോകാം. സോ ഞാൻ പോയിട്ട് പറ്റുന്ന വീഡിയോസൊക്കെ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ കം. ഞാനിപ്പോൾ ബസ്സിലാണുള്ളത്. എൻ്റെ ഒരു ഫ്രണ്ട് അവന്തികയുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കോളേജിലെത്തി. അപ്പം ഞങ്ങളിങ്ങനെ കയറാൻ പോവാം. എനിക്ക് തോന്നുന്നു ഇന്ന് ഗസ്റ്റോ അങ്ങനെ വല്ല ഉള്ളവരുടെ വണ്ടിയൊക്കെ ഉള്ളിലോട്ട് കയറ്റി വിടുന്നുള്ളൂ എന്ന്. കാരണം ഗേറ്റൊക്കെ അടച്ചിട്ടേക്കാണ്. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ ഡെക്കറേഷൻസ് ഒക്കെ കാണിച്ചു തരാം. ഇതാട്ടോ, ഇതൊക്കെ ആണ് ഡെക്കറേഷൻസ്. ഒരു തോരണം പോലത്തെ സാധനമൊക്കെ കൊണ്ടിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഉള്ളിലോട്ട് പോകുമ്പോൾ കാണിക്കാം. പിന്നെ ഗൈസ്, എനിക്ക് ഫോണിലിങ്ങനെ ക്യാമറ പിടിച്ച് സംസാരിച്ച് നടക്കാൻ ഒരു മടി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. പിന്നെ അവിടെ നിൽക്കുന്നവരൊക്കെ ഇങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നത് നോക്കുവാണ്. അതുകൊണ്ട് എനിക്ക് എന്തോ ഒരു ചമ്മൽ. അത് കാരണം ഞാൻ ഫോണിങ്ങനെ താത്ത് പിടിച്ച് അതാട്ടോ കുറച്ച് ഷെയ്ക്കായത്. അതൊന്ന് ക്ഷമിക്കുക കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമല്ലേ കോളേജിൽ വ്ളോഗൊക്കെ എടുക്കുന്നത്. പിന്നെ ഗൈസ്, ഈ പോകുന്നൊരു വഴിയില്ലേ, ആ റെഡ് കാർപ്പറ്റൊക്കെ ആയിട്ട് ആ ഒരു ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഡെക്കറേഷൻ, ആ ഒരു അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഈ ബിൽഡിങ്ങിൽ തന്നെ മേലിലാണ് എൻ്റെ ക്ലാസ്. അപ്പോൾ ഞങ്ങൾ ക്ലാസ്സിലോട്ട് പോകാമെന്ന് കരുതി പോവുക. പിന്നെ സ്റ്റേജിൻ്റെ ഡെക്കറേഷൻസും അതൊക്കെ കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു NCCക്കാരൊക്കെ പ്രാക്ടീസ് ചെയ്യുവാണ്. അങ്ങനെ നമുക്കിനി മേളിൽ പോകാം. മേളിൽ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. ഇതാട്ടോ മേളിൽ നിന്നുള്ള വ്യൂ. ഞങ്ങളിവിടെ എത്തിയപ്പോൾ എൻ്റെ ക്ലാസ്സൊക്കെ അടച്ചിട്ടേക്കുക, പരിപാടി ആയതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിനി താഴോട്ടൊക്കെ പോവാം. ഈ ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആസ്തറ്റിക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു രസമുണ്ട്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടൊക്കെ പോകാമെന്ന് കരുതി. പിന്നെ ഗൈസ്, ഈ പ്രാവശ്യം ഈ ഡയമണ്ട് ജൂബിലി സെലിബ്രേഷൻ ഉള്ളത് കൊണ്ട് നമ്മുടെ കോളേജിൽ ക്രിസ്മസ് സെലിബ്രേഷൻ ഇല്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ ലാസ്റ്റ് മിനിറ്റ് ഞങ്ങളുടെ സാറ് പറഞ്ഞു അവരവരുടെ ക്ലാസ്സിൽ വെച്ചിട്ട് വേണമെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ കേക്കിനൊന്നും ഓർഡറൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. സോ ലാസ്റ്റ് മിനിറ്റ് കൊണ്ട് ഒരു കേക്ക് സെറ്റാക്കി എടുത്തു. അപ്പോൾ ആ കേക്ക് രാവിലെ മുറിക്കാമെന്ന് പറഞ്ഞാണ് നമ്മൾ വന്നത്. പക്ഷേ രാവിലെ പറ്റില്ല, ഉച്ച കഴിഞ്ഞ് പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളത് തണുപ്പ് പോകാൻ പാടില്ലല്ലോ, അലിഞ്ഞു പോലും. അങ്ങനെ ഫ്രീസറിൽ വെക്കണം. അപ്പോൾ കോളേജ് ക്യാൻറ്റീനിൽ ഫ്രീസറിൽ വെക്കാമെന്ന് പറഞ്ഞ് അതൊക്കെ ചോദിക്കാൻ പോയതാണ് അത് കേട്ടോ. പിന്നെ തിരിച്ച് വന്നിട്ട് ഞാൻ ആ സ്റ്റെപ്പിലൊക്കെ കയറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നൊരു വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ആ കാണുന്ന സ്പോട്ടില്ലേ അവിടെ ചെന്ന് ഞങ്ങൾ ഇരുന്നിട്ട് ഇവിടെ ഫുൾ ഓവറോൾ ഒന്ന് നിരീക്ഷിക്കുമായിരുന്നു. അപ്പം NCCക്കാരൊക്കെ ആ സൈഡിൽ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ എല്ലാവരും ഇങ്ങനെ ഓരോന്നൊക്കെ അറേഞ്ച് ചെയ്യുക. എല്ലാവരും വരുന്നതൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം കുറച്ച് പേരെ ഇപ്പോൾ ആദ്യം ഉള്ളൂ, ആൾക്കാരൊക്കെ വരുന്നതേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. അപ്പോഴത്തേക്ക് സ്നേഹ വന്നു. ഇതാണ് സ്നേഹ. പിന്നെ ഞങ്ങൾ കുറേ വീഡിയോ ഒക്കെ എടുത്തു, വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തു. അതായത് അങ്ങനെ ഞങ്ങൾ പിന്നെ ലൈബ്രറിയുടെ ബിൽഡിങ്ങിലോട്ടൊക്കെ പോയിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങോട്ട് പോവുക. കാരണം എല്ലാവരും വരുന്നതൊക്കെ ഉള്ളൂ. പിന്നെ ഞാൻ അവിടെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാൻ ഇതായിരുന്നു. അപ്പോൾ NCC NSS പിള്ളേരൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നു. അങ്ങോട്ട് വെച്ചിട്ട് കുറേ ഫോട്ടോസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു സ്റ്റേജിൻ്റെ ഒക്കെ ഏരിയയിലോട്ടൊന്ന് പോകാം. അങ്ങനെ ഞങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുക. അവിടെ എത്തി ഉള്ളിലോട്ട് ചെന്ന് കയറിയിരിക്കുക കേട്ടോ. ഞങ്ങൾ ആദ്യം ഉള്ളിൽ ചെന്നപ്പോൾ അവിടെയൊക്കെ ആൾക്കാർ കുറവായിരുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാവരും വരുന്നതല്ലേ ഉള്ളൂ. അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് ഇരുന്നു. അപ്പം പിന്നെ ചുമ്മാ കുറേ വീഡിയോ പ്ലേ ഒക്കെ ചെയ്ത് അതൊക്കെ കണ്ടുകൊണ്ടിരുന്നു. പിന്നെ ആ സൈഡിൽ ഞങ്ങളുടെ കോളേജിലെ ഒരു ചേട്ടൻ വയലിനൊക്കെ വായിക്കും. ആ ചേട്ടൻ്റെ പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ആ ഒരാളോട് അവിടെ കുറേ ആൾക്കാരൊക്കെ വന്നിട്ട് ഫുള്ളങ്ങ് നിറഞ്ഞു. എല്ലാവരും നിറഞ്ഞു. നോക്കിയപ്പോൾ ഞങ്ങളുടെ ടീച്ചേഴ്സിൻ്റെയൊക്കെ ഗ്രൂപ്പ് സോങ് ഉണ്ടായിരുന്നു. അപ്പം അവരുടെ ഗ്രൂപ്പ് സോങ് ഉണ്ടായിരുന്നു. അങ്ങനെ ഗ്രൂപ്പ് സോങ് ഒക്കെ നടക്കുക. ആ ടൈമിൽ ഇങ്ങനെ ഗസ്റ്റൊക്കെ വന്നു. സോ കുറേ ഫാദേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കേരള റവന്യൂ മിനിസ്റ്റർ സാറുണ്ടായിരുന്നു. ഇവരൊക്കെ ഫ്രണ്ടിലോട്ട് പോയി സ്റ്റേജിലിരുന്നു. എന്നിട്ട് എല്ലാവരുടെയും സ്പീച്ച് ഉണ്ടായിരുന്നു. ലാമ്പ് ലൈറ്റിംഗ് സെറമണി, പിന്നെ ലോഗോ പ്രദർശിപ്പിക്കൽ, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഇപ്പോഴായിരുന്നു കേരള റവന്യൂ മിനിസ്റ്റർ സാറ് വന്നത്. അതൊക്കെ കഴിഞ്ഞ്
എല്ലാവരുടെയും സ്പീച്ച് അങ്ങനെയൊക്കെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വെള്ളം കൊണ്ടു തരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ആയിരുന്നു കേട്ടോ ലാംപ് ലൈറ്റ്നിങ്. അതിനുശേഷമായിരുന്നു ലോഗോ പ്രദർശിപ്പിച്ചത്. ഞാൻ ലോഗോ കാണിച്ചു തരാം. ഈ ഡയമണ്ട് ജൂബിലിയുടെ ഒരു 60 ഇയർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ലോഗോ കണ്ടോ, അതാട്ടോ. പിന്നെ നമ്മുടെ ടീച്ചേഴ്സിൻ്റെ പാട്ട് അങ്ങനെയൊക്കെ. എനിക്ക് പിന്നെ പണ്ടേ സ്പീച്ചിനോട് വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് കുറച്ച് ചെറുതായിട്ട് ബോറിംഗ് ആയിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചത്ര ലാഗൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഒരു 1.5 to 2 hours കൊണ്ട് എല്ലാ സ്പീച്ചും അങ്ങനെയൊക്കെ കഴിഞ്ഞിരുന്നു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇനി ഈ ഇതൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാംസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമെന്ന്. പക്ഷേ ഇന്ന് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. സ്പീച്ചും ഇനി ഇനാഗുറേഷനോ അല്ലല്ല ലോഗോ പ്രദർശിപ്പിക്കൽ അങ്ങനത്തെ ലാംപ് ലൈറ്റിനിങ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇനി നിങ്ങൾക്ക് ഞാൻ ക്രിസ്മസ് ട്രീയും ആ ഒരു ഡെക്കറേഷൻസും അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. അത് ഓഫീസ് ബിൽഡിങ്ങിലാണ് ഉള്ളത്, നമുക്ക് അങ്ങോട്ട് പോകാം, കമോൺ. പിന്നെ ഇന്നലെ ഞങ്ങൾക്ക് ദീപശിഖ പ്രയാണം ഉണ്ടായിരുന്നു, അതിൻ്റെ ആ ദീപശിഖയാണത് കേട്ടോ. ഇതായിരുന്നു ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ. ഓക്കെ, പിന്നെ നിങ്ങൾ ആ കണ്ടോ, ഇത് അവിടെ ഒരു സെൽഫി പോയിൻറ്റ്. അപ്പം നമുക്ക് അവിടെ ചെന്നൊക്കെ എടുക്കാം. പക്ഷേ ഇപ്പം നട്ടുച്ചയാണ്, നല്ല വെയിലാണ്. സോ പിന്നെ എടുക്കാം. പിന്നെ നമുക്ക് ഫുഡ് കിട്ടി, വെജ് ബിരിയാണി ആയിരുന്നു. ആൻഡ് എല്ലാവരും അതൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ താഴേക്ക് പോയി. അപ്പോഴത്തേക്ക് ഞാൻ ഈ പൂ അവിടെ നിന്ന് എടുത്തു കേട്ടോ. എനിക്ക് ഈ പൂ പണ്ടേ ഭയങ്കര ഇഷ്ടം, റോസാപ്പൂക്കൾ. അപ്പോൾ ഈ പൂ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അത് ഞാൻ എടുത്തു കേട്ടോ, റെഡ് റോസ്. പിന്നെ ഞങ്ങളിങ്ങനെ മേളിൽ ക്ലാസ്സിലൊക്കെ പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് ക്ലാസ്സൊന്നും തുറന്നിട്ടില്ല. ആൻഡ് ഞങ്ങൾ താഴോട്ടൊക്കെ നോക്കിയപ്പോൾ എല്ലാം അടിച്ച് ബാക്കി പോവുമായിരുന്നു. ആൻഡ് ഞങ്ങൾ ക്ലാസ് തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തായിരുന്നു. കാരണം നമുക്ക് ക്രിസ്മസ് സെലിബ്രേഷൻ കേക്കൊക്കെ കട്ട് ചെയ്യണ്ടേ. വലിയ സെലിബ്രേഷനായിട്ട് ഈ പ്രാവശ്യം ഇല്ല, ജസ്റ്റ് കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. ഇതേ എല്ലാവരും കട്ട വെയിറ്റിംഗ് ആണ്, നമ്മൾ കേക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുക ക്ലാസ് തുറക്കാൻ. അങ്ങനെ ഫൈനലി ക്ലാസ്സൊക്കെ തുറന്നു. അതേ നോക്കുക, എല്ലാവരും ഇങ്ങനെ പൊക്കോണ്ടൊക്കെ ഇരിക്കുക, കാരണം സെലിബ്രേഷനൊക്കെ കഴിഞ്ഞല്ലോ. ആൻഡ് പൗർണമി നമുക്ക് മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ എഴുതുന്നുണ്ട് ബോർഡിൽ. അങ്ങനെ കുറേ നേരം ഇങ്ങനെ ക്ലാസ്സിലൊക്കെ ഇരുന്നു. അപ്പോഴത്തേക്ക് നമ്മൾ കേക്ക് എടുക്കാൻ പോയി. ഇതേ അപ്പോഴാണ് ഞങ്ങൾ ഞെട്ടിക്കുന്ന ഒരു കാര്യം കണ്ടത്. അതെന്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കേക്ക് സ്ട്രെയിറ്റ് ആയിട്ടായിരുന്നു അകത്ത് വെച്ചിരുന്നത്, പക്ഷെ ആരോ അതെടുത്ത് തലതിരിച്ചിട്ടേക്കാണ്. ഞങ്ങൾ പെട്ടെന്ന് കേക്കൊക്കെ പോയി, മറ്റേ ചരിഞ്ഞു പോയി എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊന്നും പോയില്ല. അതോ സ്നേഹ കേക്കൊക്കെ എടുത്തിട്ട് വരുന്നു. എന്നിട്ട് ഞങ്ങൾ ക്ലാസ്സിലോട്ട് പോവുക കേട്ടോ, ഇത് കേക്ക് കട്ട് ചെയ്യാൻ. പിന്നെ നമ്മൾ കേക്കിൻ്റെ ഒരു പൊസിഷനൊക്കെ നോക്കാൻ വേണ്ടി അതൊന്ന് പൊട്ടിച്ച്. സോ പൊട്ടിച്ചപ്പം ചെറുതായിട്ടൊന്ന് സൈഡിലോട്ട് നീങ്ങിയതേ ഉള്ളൂ, അല്ലാണ്ട് വലിയ പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ആ ഒരു തണുപ്പിലിരുന്നുകൊണ്ടാണ് വലുതായിട്ടൊന്നും പറ്റാഞ്ഞത്. പിന്നെ ടീച്ചേഴ്സിനെയൊക്കെ വിളിച്ചു, ടീച്ചേഴ്സൊക്കെ വന്നു. ആൻഡ് പിന്നെ കേക്ക് കട്ട് ചെയ്തു.
പാട്ടും ഡാൻസും വീഡിയോസും ഫോട്ടോസും ഒക്കെ ആയിട്ട് അങ്ങോട്ട് എൻഡ് ചെയ്തു. പിന്നെ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഫ്രൂട്ട് ബേയിൽ കയറി ഐസ് വാങ്ങിച്ചു. മാംഗോ ആയിരുന്നു വാങ്ങിച്ചത്. പിന്നെ ഗായ്സ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. സോ ബൈ ഗായ്സ്.